എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. അപ്പോൾ ക്രിസ്തു ആരാ? ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അതാരാ? ജാതികൾക്ക് പോഷത്വമാണ്. യഹൂദന്മാർക്കും യവനന്മാർക്കും വിളിക്കപ്പെട്ട ഏവർക്കും ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തു, ദൈവശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തു. ഇനി 1 കൊരിന്ത്യർ 2:6-8 വാക്യം കിടപ്പുണ്ട്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവ ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുന്നീമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം ഞങ്ങൾ മർമ്മമായി സംസാരിക്കുക. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. എന്താ മനസ്സിലാക്കുന്നത് നമ്മൾ? ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവാ. ക്രിസ്തുവിനെ അറിയുന്നില്ലെങ്കിൽ നീ പോഷൻ്റെ പോഷനാ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കിയെന്ന് പല ഭാഗങ്ങളിലുണ്ട്. യഹോവ ഭക്തി തന്നെ ജ്ഞാനമെന്ന് ജോബ് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം എടുക്കാം. യോബിൻ്റെ പുസ്തകം 28. യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം വളരെ വിലപ്പെട്ട ആത്മീക സത്യങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ട ഒരധ്യായമാണ്. യോബിൻ്റെ പുസ്തകം 28, അതുപോലെ 31 എല്ലാവരും വായിക്കണം. 28-ലെ ഞാൻ ചില വാക്യങ്ങൾ വായിക്കും. ഈ ജ്ഞാനം എന്നുള്ള വിഷയം തെളിയിക്കാനായിട്ട് ഞാൻ വായിക്കാം. 28-ാം അധ്യായം എല്ലാവരും ശ്രദ്ധിച്ചോണേ. ഇങ്ങനെയൊക്കെ വായിക്കുമ്പോഴേ നിങ്ങളെങ്കിലും ഇത് ഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. 28-ാം അധ്യായം ഞാൻ വായിക്കുന്നു. വെള്ളിക്ക് ഒരു ഉത്ഭവസ്ഥാനവും പൊന്നിന് ഉരുകടിപ്പാൻ ഒരു സ്ഥാനവുമുണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, വളരെ സനാതന സത്യങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടൊരു അധ്യായമാണിത്. മനുഷ്യൻ അന്ധകാരത്തിന് എതിർവയ്ക്കുന്നു, കൂരിരുളിനെയും അന്ധത മനസ്സിനെയും കല്ലിനെയും അങ്ങേയറ്റം വരെ ശോധന ചെയ്യുന്നു. പാർപ്പുള്ളിടത്ത് ദൂരെ അവർ കുഴികുത്തുന്നു. ചന്ദ്രനിൽ പോയി കുഴികുത്തിയ കാര്യം കടന്നു പോകുന്ന കാലിന് അവർ മറന്നുപോയവർ തന്നെ. മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയാടുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാകുന്നു, അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലും അറിയുന്നു. ഭൂമിയുടെ അടിയിൽ തീ കത്തുന്നതിന് ശാസ്ത്രന്മാർ കണ്ടുപിടിച്ചു. അതിലെ പാറകൾ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനം, കനകപ്പൊടിയും അതിലുണ്ട്. അതിൻ്റെ പാത കഴുകൻ അറിയുന്നില്ല. പരുന്തിൻ്റെ കണ്ണതിനെ കണ്ടിട്ടില്ല. കുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല. ഹോരസിംഹം അതിനെ നടന്നിട്ടുമില്ല. അവർ തീക്കൽ പാറയിലേക്ക് കൈനീട്ടുന്നു. പർവ്വതങ്ങളെ അവൻ വേരോടെ മറിച്ചു കളയുന്നു. ഭൂമി കുലുക്കം, പർവ്വതങ്ങളെ അവൻ വേരോടെ മറിച്ചു കളയുന്നു. അവർ പാറയുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. തുരങ്കങ്ങൾ, ഇതൊന്നും പണ്ട് കാലത്തില്ലായിരുന്നു, ഈ കാലത്തിലൊക്കെ ഉണ്ടായത്. BC കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് എൻ്റെ അറിവ്. സ്തോത്രം. പാറകളുടെ ഇടയിൽ കൂടി നടികളെ വെട്ടുന്നു. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളെയൊക്കെ കാണുന്നു. ഭൂമിയിലെ വിലയേറിയ വസ്തുക്കളെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നു എന്ന് സാരം. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. അണക്കെട്ട്, ഡാം, നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഗുപ്തമായെന്നുള്ളത് KJV ട്രാൻസ്ലേഷനിൽ അവൻ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. അത് വെളിച്ചമായി വരുന്നു. കറണ്ട്, പവർ, ഇലക്ട്രിസിറ്റി. നിങ്ങൾ KJV ട്രാൻസ്ലേഷൻ വായിച്ച് നോക്കിക്കോണം. എന്നാൽ ജ്ഞാനം എവിടെ കിട്ടും? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ള ദേശത്ത് അതിനെ കണ്ടെത്തുന്നുമില്ല. അത് എന്നിലില്ലെന്ന് ആഴി പറയുന്നു. ജ്ഞാനം എന്നിലില്ലെന്ന് ആഴി പറയുന്നു. അത് എൻ്റെ പക്കലില്ലെന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കാറുമില്ല. ഓഫീർപ്പന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിനോട് ഈടാകുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറുമില്ല. പവിടത്തിൻ്റെയും പളുങ്കിൻ്റെയും പേര് മിണ്ടുക വേണ്ട. ജ്ഞാനം കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് പറയാം കേട്ടോ ജോബ്. ജ്ഞാനത്തിൻ്റെയും വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. ക്രൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല.
തങ്കം കൊണ്ട് അതിൻ്റെ വില മതിയാകുന്നില്ല. സ്വർണം വാരിക്കൂട്ടിയാൽ ജ്ഞാനം കിട്ടത്തില്ലെന്ന്. പെന്തക്കോസ്തുകാരെ കഴുത്തിൽ വെട്ടി നുറുക്കിയിട്ടാലൊന്നും ഒരു ഗുണവും അതുകൊണ്ട്. വില പാവം വിളിച്ചവർക്ക് വിറ്റ് കൊടുക്കാതെ അവർ കൊണ്ട് ഭക്ഷിക്കട്ടെ. സ്തോത്രം. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളുടെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ടെന്ന് നരകവും മരണവും പറയുന്നു. കണ്ടോ ദൈവമേ, സ്തോത്രം. ദൈവം അതിൻ്റെ വഴി അറിയുന്നു. അപ്പം ജ്ഞാനത്തിൻ്റെ വഴി ദൈവത്തിനറിയാം. അതിൻ്റെ ഉത്ഭവസ്ഥാനം അവന് നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം നോക്കുന്നു, ആകാശത്തിൻ്റെ കീഴൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്കൊരു നിയമവും ഇടിമിന്നലിനൊരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ട് വർണ്ണിക്കുകയും അത് സ്ഥാപിച്ച് പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. 28 ജോബ് 28:28. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം. ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്നവൻ മനുഷ്യനോട് അരുളി ചെയ്തു. വിവേകം വേണോ? ജ്ഞാനം വേണോ? കർത്താവിനെ അറിഞ്ഞോ? അതാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി. ത്രിയേക ദൈവമായ ക്രിസ്തുവിനെ കുറിച്ച് അറിയുമ്പോൾ പൗലോസ് ഒരു ജ്ഞാനിയായി തീരുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ ദൈവമക്കളെ? എത്ര മനോഹരമായൊരു വിഷയമാണ്. നിങ്ങളിതൊക്കെ ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. ഞാനിതൊക്കെ കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ പഠിതാവാ. ഐ എം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു പ്രാസംഗികനല്ല, ഒരു പ്രവാചകനല്ല, ഒരു ഉപദേശിയല്ല, ഒന്നുമല്ല. ഞാനൊരു വിദ്യാർത്ഥി, വേദപുസ്തകം പഠിക്കുന്നൊരു വിദ്യാർത്ഥി. മരണം വരെയും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കും. ഏതൊരു വ്യക്തിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും അറിയാമെന്നൊക്കെ പറഞ്ഞ് റവറൻറ്റും ഡോക്ടറും സ്ഥാനമാനവും ഒക്കെ വാങ്ങിക്കൂട്ടല്ലേ പിശാച് അടിച്ച് പൊടിച്ചു കളയും. ഇതൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ദൈവസന്നിധി താണിരിക്കുക. എനിക്കൊന്നും അറിയില്ല കർത്താവേ. റോമർ 15:18 വായിക്കാം. റോമർ 15:18 പൗലോസ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. പൗലോസ് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു? റോമർ 15:18 ക്രിസ്തു താൻ മുഖാന്തരം. പൗലോസ് പറയുക, ക്രിസ്തു താൻ മുഖാന്തരം, ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ പൗലോസിനൊന്നും ഒന്നും പറയാനില്ലെന്നേ. അപ്പോസ്തലന്മാർക്കൊന്നും പറയാനില്ല. കർത്താവ് അവരെ ആക്കി വെച്ചു. അവർക്ക് അവരുടെ നാവിൽ കർത്താവ് വചനം കൊടുത്തു, അവരുടെ ഹൃദയത്തിൽ വചനം കൊടുത്തു. അവരത് പറയുന്നു. ഈ ബൈബിൾ കോളേജിലൊക്കെ പോയി പഠിച്ച് വലിയ ജ്ഞാനികളായി ചപ്പും ചവറും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ ശരിയായ പ്രോപ്പർ ചാനലിലൂടെ മുമ്പോട്ട് പോകുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ച് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞാൽ അതുകൊണ്ട് പ്രസംഗിക്കത്തില്ല, പഠിപ്പിക്കുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പഥ്യവചനം പഥ്യോപദേശം വേണം പ്രസംഗിക്കാൻ. സ്തോത്രം. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കുമ്പോഴാണ് നമ്മൾ ജ്ഞാനികളായി തീരുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജ്ഞാനം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ കമ്മിങ് ഫ്രം ഗോഡ്. ജ്ഞാനം, വിവേകം, പരിജ്ഞാനം എവിടെ കിട്ടും? കർത്താവിൽ നിന്ന്. ശുശ്രൂഷ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അത് കർത്താവിൽ നിന്ന്. പൗലോസ് 15:18 റോമറിൽ പറയുന്നത്, ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. കർത്താവ് തന്നിലൂടെ പ്രവർത്തിച്ചു. താൻ സൈലന്റ്. അവിടെ ഇവിടെ എന്തോ ആണെന്നും പറഞ്ഞ് കിടന്ന് കളിക്കുന്ന കണ്ടു കഴിയുമ്പോൾ അവരെയൊക്കെ ഓർത്ത് നമ്മൾ കരയായിരുന്നു. മനസ്സിലായോ? കുറച്ച് ദൈവം ഉണ്ടായിരുന്നവരൊക്കെ കുറേ പണം കിട്ടി, കുറേ വിസ കിട്ടി, കുറേ കാശൊക്കെ കിട്ടി, ഗ്രീൻ കാർഡ് കിട്ടി, 10 പ്രാവശ്യം അമേരിക്കയിൽ പോയി, 10 പ്രാവശ്യം ലണ്ടനിൽ പോയി, 10 പ്രാവശ്യം ഗൾഫിലും പോയി. പുള്ളിയുടെ ഇടപാട് തീർന്നു. സാത്താൻ കീറി കൈ കൊടുത്തു. ഇപ്പോൾ ഒരു ചുക്കുമില്ല. പണ്ട് പ്രസംഗിച്ചതൊക്കെ ചുമ്മാ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു വിശേഷവും. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരുന്ന ഒരാളാണ് പറഞ്ഞ് ആഭരണം ധരിക്കരുതെന്ന് പുസ്തകത്തിൽ ഇല്ലെന്ന്.
വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളൊന്ന് വായിച്ച്. ആ കീഴടങ്ങി വരും. അടുത്ത് ആ ആ ആ അടുത്ത് നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും പുറമെയുള്ളതല്ല. അല്ലെന്ന് പറഞ്ഞാൽ അല്ല. നമ്മളിപ്പോ പ്രാർത്ഥനയ്ക്ക് പോകാൻ നേരത്ത് മുടിയൊക്കെ ചീവിയല്ലേ പോണ, ചുമ്മാ കയറി അങ്ങ് പോവോ? നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട്, മുടിയൊക്കെ നന്നായിട്ട് ചീവി വെച്ച് പോവുക. അപ്പം അതിനുള്ള അലങ്കാരം ഇത് പൊന്നല്ല, പൊന്നണിയുന്നതല്ലെന്ന് പറയുമ്പോൾ അങ്ങനെ പുസ്തകത്തിൽ ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ അർത്ഥം? അപ്പോൾ അതിനകത്ത് കൂട്ടിക്കളയല്ലേ? പത്രോസിന്റെ വ്യക്തമായി പറയുന്നുണ്ട് അവിടെ. 1 തീമോഥെയോസ് 2:8 മുതൽ വാക്യം ഞാൻ വായിക്കുന്നു. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവളും സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ തന്നെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. അല്ല അല്ല നമ്മളെ അലങ്കരിക്കണം. മുടിയൊക്കെ നന്നായിട്ട് ചീവി വെക്കണം. പിശാച് പോകുന്ന പോലെ പറത്തിയിട്ടുണ്ട് പോകരുത്. ഇറിയ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകരുത്. യോഗ്യമായ വസ്ത്രം ധരിക്കണം. കളർഫുള്ളായ വസ്ത്രങ്ങൾ ഇട്ടുമ്പോൾ ഓരോ കളറിനോടുള്ള പ്രതിപത്തി നമുക്ക് കൂടും. കളർ വസ്ത്രം ഇടുന്നവരൊക്കെ പാപമാണെന്ന് ഞാൻ പറയത്തില്ല. നമുക്ക് അതിന്മേലുള്ള ആഗ്രഹം വരും. റോസ് കളറ്, ഗ്രീൻ കളറ്, ആ കളറ്, ഈ കളറ്. വെള്ളം മാത്രം ധരിച്ചാലോ? അവിടെ യേശുദാസിന് തിന്നാനും കുടിക്കാനും ഇല്ലായിരുന്നു. പരിപ്പും ചോറ്, കുറച്ച് അരി മേടിച്ചുകൊണ്ട് വന്നിട്ട് കലത്തിലിട്ട് വേവിച്ച് കുറച്ച് പരിപ്പൂടെ അതിലോട്ടിടും, മിതമായി ഉപ്പ് ചേർക്കും, വാരി തിന്നുമായിരുന്നു. ഇപ്പോൾ പുള്ളി കോടികൾ സംഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരൻ എടുത്താൽ ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നു. ഞാൻ എൻ്റെ വിഷയം അല്ലെങ്കിൽ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കോടികൾ ഉണ്ടാക്കി ബാങ്ക് മുഴുവൻ നിറച്ചിട്ടിട്ട് സഹോദരന് കഞ്ഞിക്ക് വകയില്ലാതെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് വിവിധമായ അഭിപ്രായങ്ങളുണ്ടുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. എൻ്റെ സബ്ജക്റ്റും അതല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പരിപ്പ് തിന്നതിനൊക്കെ എന്ത് ചെയ്യായി? കോടിക്കണക്കിന് സ്വത്തായി. പാടി പാട്ട് ആരുടെയാണെന്ന് ഓർത്തോളം, ലൂസിഫറിൻ്റെ വകയാ. സ്വത്രം പാട്ടൊക്കെ നല്ലതാണെങ്കിൽ അതിന്മേലങ്ങ് മുഴുകിക്കഴിഞ്ഞാൽ താത്താൻ കയറി മേയും. നമ്മുടെ ന്യൂ ജനറേഷൻ സഹോദരന്മാരെയും സഹോദരിമാരെയും മുഴുവൻ രാജ്യം മേഞ്ഞുകൊണ്ടിരിക്കുക, പലരെയും. സ്വത്രം ശ്രദ്ധിക്കണം. അതൊക്കെ പത്രോസും പൗലോസും പറയുന്നു. യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലരായി. ലജ്ജ വേണം മറ്റുള്ള മുമ്പിൽ പോകാൻ. കയ്യില്ലാത്ത ഉടുപ്പൊക്കെ ഇട്ട് ചില സൗകര്യമാർ നടക്കുന്നത് കാണുമ്പോൾ ഇറിയ വസ്ത്രം ധരിക്കുക. അതാണ് യോഗ്യമായ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ. സുബോധമുള്ളവൻ ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവും. സുബോധമില്ലാത്തവൻ മനസ്സിലാകത്തില്ല. രക്ഷിക്കപ്പെടുമ്പോഴാണ് സുബോധം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് സുബോധം ഇല്ലാത്തവരാ. അപ്പോൾ ലോക മനുഷ്യനെ നമ്മളങ്ങ് വിടുക. പിന്നെ ആ തലമുടി, പൊന്ന്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. എന്നിവ കൊണ്ടല്ലെന്ന് പറഞ്ഞാൽ അല്ല. ഇതിനെ തിരുത്താൻ ലോകത്തിലെ ഒരു പാസ്റ്ററിന് അവകാശമില്ല. ഇവിടെ അവർക്ക് ഗ്രീൻ കാർഡും കിട്ടി, കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ഏക്കർ കണക്കിന് തോട്ടങ്ങളും ഒക്കെ വാങ്ങിയിട്ടപ്പോൾ ഇതാണെന്ന് പറയാൻ ഇടയാക്കി. അതാ താത്താൻ്റെ വളിയെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിക്ഷേപമുള്ളിടത്തിൻ്റെ ഹൃദയമില്ല. ഇവർ ഹൃദയം ക്രിസ്തുവിലല്ല, നിക്ഷേപത്തില്ല. അപകടം മണത്തുണ്ടോ ഞാൻ പറയുക. ഞങ്ങളൊക്കെ ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയണേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയ ജയം. നോളേജ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇന്ദ്രിയ ജയം, ടെമ്പറൻസ്. ഇന്ദ്രിയ ജയം എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കുക. പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കാനുള്ള കൃപ പ്രാപിച്ചെടുക്കുക. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയ ജയം.
ഈ ഇന്ദ്രിയജയം പ്രാപിക്കുക വലിയൊരു വിഷയമാണ് സഹോദരങ്ങളെ. ഹിമാലയ പർവ്വതം പോലുള്ള വിഷയമാണ് നമ്മൾ എടുത്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, കണ്ണുകളുടെ മേൽ ജയമെടുക്കുക, പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ജയമെടുക്കുക. ഞാനും നിങ്ങളും അത് പ്രാപിക്കണം, അല്ലാതെ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. പെരുക്കൂത്തി, ഇരുട്ടിൻ്റെ പ്രവൃത്തി, ജഡത്തിൻ്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്, അല്ല വ്യക്തമായി കൃത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. റോമലേഖനം 13:12-13 പെരുക്കൂത്ത് എന്താ? ഇരുട്ടിൻ്റെ പ്രവൃത്തി. ഗലാത്യർ 5:17-21 ജഡത്തിൻ്റെ പ്രവൃത്തി. 1 പത്രോസ് 4:2-3 ജാതികളുടെ നടപ്പ്, സിനിമ, നാടകം, സീരിയൽ, ചപ്പു ചവറല്ല. മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ ലഘൂകരിച്ചുകൊണ്ടിരിക്കുക. എന്നിവ കൊണ്ടല്ല എന്ന് പറയുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ധരിച്ചോളാന്ന് പറയുക. അനി റവറൻറ്റുമാരും ഡോക്ടർമാരുടെ ഒത്താശയൊന്നും വേണ്ട. ഇവിടെ ഒരു റവറൻറ്റും ഇല്ല, ഒരു ഡോക്ടറും ഇല്ല. ഞങ്ങൾ ഇവരെയൊന്നും അംഗീകരിക്കുന്നില്ല. വചനവിരുദ്ധമായ പ്രസ്താവനകൾ ആര് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞങ്ങൾക്ക് പിണക്കൊന്നുമില്ല, സുബോധം കൊടുക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് അപകടമാണെന്ന് പറയും. ഇത് വചനത്തെ കോട്ടിക്കളയാണ്, കൂട്ടുചേർക്കുകയാണ്, മറിച്ച് കളയാണെന്ന് പറയും. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനി അത് മുഖാന്തരം ചാകേണ്ടി വന്നാലും ഓക്കെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഇന്ദ്രിയജയം എന്ന് പറയുന്നത് എന്താ? സ്വർണ്ണാഭരണങ്ങൾ കിട്ടുവരുമ്പോൾ കണ്ടുകൊണ്ട് കാണുമ്പോൾ അതൊരു ഇതല്ലേ, അത് ഒരു പ്രത്യേക അനുഭവമല്ലേ അത്? പണ്ട് പോൾ ഗോപാലകൃഷ്ണൻ പറയും, പെന്തക്കോസ്തുകാർ സഹോദരിമാരെ കണ്ട വെട്ടിത്തേച്ച് കഴിയ ചാള പോലെ ഇരിക്കും. അപ്പോൾ പുള്ളി മറുപടി കൊടുത്തു, അതെ, അവരെ വെട്ടിത്തേച്ച് കഴിയവരാ, ശുദ്ധീകരണം പ്രാപിച്ചവരാ. നിങ്ങൾക്ക് തന്നെ അല്ലല്ലോ. ആഭരണ ഭ്രമം അത് നമുക്ക് പാടില്ല. അതില്ലെങ്കിൽ വേണ്ടെന്നേ. അതിൽ വസ്ത്രത്തിൻ്റെ ഭ്രമം, കളറുകൾ പാടില്ല. നഗ്നത മറയ്ക്കാൻ വസ്ത്രം, ഇതൊക്കെ നമുക്ക് അന്യായമായ മോഹങ്ങൾ കൊണ്ടുതരും. യാക്കോബ് പറഞ്ഞു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പറയും, പാപം എടുത്തിട്ട് മരണപ്പെടും, ആത്മമരണം സംഭവിക്കും. അതാ ഇവിടുത്തെ വിഷയം. മോഹം ഗർഭം ധരിക്കും. വല്ലയിടത്തും വല്ലതുമൊക്കെ നടക്കുന്ന പോലെയൊക്കെ നമ്മൾ നടക്കേണ്ട കാര്യമില്ല. നമ്മളൊരു തനിച്ചു മാർക്കുന്ന ജനമാ, വിശുദ്ധ ജനമാ. എത്ര വാക്യം വേണം ആഭരണ വിഷയത്തെക്കുറിച്ചൊക്കെ. ഇതെല്ലാം കൊണ്ട് കുഴിച്ചു മൂടിയില്ല എല്ലാവരും. എൻ്റെ കൂടെ നടന്ന കുറേ സഹോദരന്മാരുണ്ട്, അപ്പോസ്തല വിഷയം കൊണ്ടൊന്ന് കുഴിച്ചു മൂടി, എട്ടുകെട്ട് വായി തോന്നൊക്കെ വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനതൊന്നും കേൾക്കാറില്ല. എനിക്കവിടെ പിണക്കുമില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. സ്വന്തം ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ തട്ടി ആരും കളിക്കരുത്, അതിട്ട് ആരും അമ്മാനമാടരുത്. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പൊക്കോണം, അത്രേ ഉള്ളൂ. ഇതങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയെ നമ്മൾ നിന്നോണം. സ്തോത്രം. ഞാൻ വചനത്തിലേക്ക് വരുന്നു. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, പേഷ്യൻസ്, ദീർഘക്ഷമ. റോമർ 5:31 വായിച്ചേ. ജെയിം 5:31. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5:31. സ്വത്രേ റോമർ 5 സ്വത്രം. പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, പേഷ്യൻസ്, ദീർഘക്ഷമ. 5:3. സോറി. ഒന്നുകൂടി വായിച്ചേ. 3. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, ദീർഘക്ഷമ വരിക, ദീർഘക്ഷമ. 5:31 3.
ഇവിടെ എഴുതിയിരിക്കുന്ന 21 ഇങ്ങനെ തോന്നിപ്പോയി, അതുകൊണ്ടാണ്. സോറി, വാക്യം കറക്റ്റാ. റോമർ 5:3 കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു. ദീർഘക്ഷമ, സിദ്ധി ഒരു കഴിവാ. ക്ഷമിക്കാനുള്ള കഴിവ് അത് നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. നമ്മൾ പ്രാപിച്ചെടുക്കണോ അത്. ഈ 7 അനുഭവം പ്രാപിക്കാതെ സ്വർഗത്ത് പോകാൻ ഒരു 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 കുഞ്ഞിനും പറ്റത്തില്ല. എന്തൊക്കെ കയ്യും കാലും ഇട്ട് അടിച്ചാലും ഒരു ഗുണവുമില്ല. സ്തോത്രം, സ്തോത്രം. ജെയിംസ് 5:7, 8, 9 എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവിൻ്റെ ദീർഘക്ഷമയോടിരിക്കണം. ആ ആ ആ ആ ആ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ദീർഘക്ഷമയോടിരിക്കണം. അതാ ക്രിസ്തു വരുന്നു, അതാ ഇവിടെ വരുന്നു, അവിടെ വരുന്നു, ഇവിടെ വരുന്നു. കൊറിയയിൽ ഒരു പിശാച് പറഞ്ഞു, പിശാച് എന്ന് പറഞ്ഞൊരു പാസ്റ്ററാ. പിശാച് എന്നല്ലാണ്ട് എന്താ പറയുക. കർത്താവ് ഇന്ന ദിവസം വരാൻ പോവാണ്. അതിനു മുമ്പ് കൊറിയയിൽ വരാണ്ടൊക്കെ പറഞ്ഞു. വടക്കേ അമേരിക്കയിലൊക്കെ സ്ഥിരം നടക്കുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തർ ജാതി കയറി അങ്ങ് പറഞ്ഞുകൊള്ളുക. കാരണം അറിവും പണവും കാശും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വെളിവ് പോയി. അതാണ് ഈ കുഴപ്പം. ആവശ്യത്തിലധികം പണവും ആവശ്യത്തിലധികം ജ്ഞാനമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ, ഇവിടെ ദൈവത്തോടുള്ള ഭക്തിയാണ് ജ്ഞാനം. ലോകത്തിൻ്റെ അറിവ് പ്രാപിച്ചു കഴിയുമ്പോൾ സാത്താൻ കയറുമെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ജ്ഞാനവും നമ്മുടെ മാനുഷികമായ ജ്ഞാനങ്ങളൊന്നും ഈ വചനത്തിൽ കൂട്ടിക്കലർത്തരുത്. ആ വചനം അങ്ങനെ തന്നെ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ജ്ഞാനമായ ക്രിസ്തുവിനെ പ്രാപിക്കുക, ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവിൻ്റെ പ്രമാണം അറിയുക, ക്രിസ്തുവിൻ്റെ ഉപദേശം ആഴത്തിൽ പഠിച്ചെടുക്കുക. അങ്ങനെ പഠിച്ചെടുക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തി ആത്മീകമായ ജ്ഞാനമുള്ള വ്യക്തിയായി മാറും. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം ആ കാര്യം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സ്ഥിരത, പേഷ്യൻസ്, ദീർഘക്ഷമ. പേഷ്യൻസ് എന്നുള്ള അർത്ഥം എന്തെങ്കിലും മലയാള പദം ദീർഘക്ഷമ പ്രാപിക്കുകയാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. കർത്താവ് അവിടെ വരുന്നു, ഇവിടെ വരുന്നു. കർത്താവ് വരുന്നതിനെ കുറിച്ച് കർത്താവിന് ഒരു അറിയത്തില്ല. പിതാവിൻ്റെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്ന മർമ്മം എന്ന കർത്താവ് പഠിപ്പിച്ച് എത്രയോ ദുർപദേഷ്ടക്കന്മാർ മലയാളക്കരയിൽ പോലും പറഞ്ഞു കർത്താവ് ഇന്ന ദിവസം വരുമെന്ന്. പക്ഷേ അത് വന്നില്ലല്ലോ. അത് ഞാൻ തന്നെയാണ് കർത്താവ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഈ സാത്താൻ്റെ വിളയാട്ടങ്ങളുണ്ട്. ദൈവമക്കൾ മനസ്സിലാക്കുക. സാത്താനോട് എതിർത്ത് നിൽക്കുക. ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചവനോട് എതിർത്ത് നിൽക്കുക. ഇല്ലെങ്കിൽ അവൻ കയറി മേയും. പിന്നെ അവസാനം പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. ഈ ലോക ജ്ഞാനികളെ ഇട്ട് സാത്താൻ അമ്മാനമാടുകയാണ്. നമ്മൾ കേട്ടല്ലോ, യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കാൻ വശീകരിക്കുന്ന സാത്താൻ്റെ പരിപാടികൾ. ഈ ജ്ഞാനികളല്ലേ ഇവരൊക്കെ വലിയ വലിയ ജ്ഞാനികളല്ലേ, രാഷ്ട്രം ഭരിക്കുന്ന ജ്ഞാനികളല്ലേ? അറബി പറയുന്ന പോലെ മുക്കുമാഫികളാണോ? ബുദ്ധിയില്ലാത്തവരാണോ? അല്ലല്ലോ. വലിയ വലിയ ജ്ഞാനികളല്ലേ? ചർച്ചിൻ്റെ തലപ്പത്തിൽ വലിയ വലിയ സ്കോളേഴ്സ് അല്ലേ? സാത്താൻ ഇവരിട്ട് അമ്മാനമാടുക. നമ്മൾ മനസ്സിലാക്കിയോ? ദൈവകൃപ പ്രാപിച്ചോ, ദൈവശക്തി പ്രാപിച്ചോ, ദൈവസന്നിധി താണിരുന്നോ, വചനം അനുസരിച്ച് ജീവിച്ചോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ചപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ച് ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിലനിന്നോണം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീടുപെടുന്ന ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഈ വചനങ്ങൾ കേട്ട് ചെയ്യണം, അനുസരിക്കണം. അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവനായി പോകും. ഇന്ന് മണലിന്മേലുള്ള പണിയാണ് അനേക പാസ്റ്റർമാർ നടത്തുന്നത്. അനേക ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിശ്വാസികളുടെ ക്രിസ്ത്യ ജീവിതം മണലിന്മേലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയിൽ വേണം പണിയാൻ. മുലക്കലാകുന്ന യേശുക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന കല്ലുകളായി നമ്മൾ തീരണം. അതിന് അപ്പോസ്തലന്മാരുടെ ഉപദേശപ്രകാരമാണ് പണി. ആത്മാവാണ് പണിയുന്നത്. ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമായിട്ടാണ് പണിയുന്നത്. ഇതൊക്കെയാണ് ഉപദേശങ്ങൾ. എത്ര ഘനമായ വിഷയങ്ങളാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. അപ്പോൾ വിശ്വാസമുള്ള വീര്യം, വീര്യത്തോടെ പരിജ്ഞാനം, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയം, ഇന്ദ്രിയത്തോടെ സ്ഥിരത ഉണ്ട്. ഇനി സ്ഥിരതയോടെ എന്ത് ചെയ്യണം? ഭക്തി. ഗോഡിനെലസ് ഭക്തി ഉള്ളതായിരിക്കണം. എഫേസ്യർ 4:20 മുതൽ വായിക്കുമ്പോൾ, എഫേസ്യർ 4:20 മുതൽ വായിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർ 4:20 മുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ഹല്ലേലൂയ, ഗോഡ്ലെസ് ദൈവിക സ്വഭാവം പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക, ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി തീരുക. അതാണ് ഈ ഗോഡ്ലെസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ഥിരതയോട് ഭക്തി, ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് സ്തോത്രം, ദൈവിക സ്വഭാവം, ഗോഡ്ലിനെസ്, ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയർ 2:5 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 2 പത്രോസ് 1:4 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2:16 ക്രിസ്തുവിൻ്റെ മനസ്സ്. 2 പത്രോസ് 1:4 2 പത്രോസ് 1:4 എന്താ പറയുന്നത്? ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവം, കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം, കർത്താവിൻ്റെ മനസ്സ്, കർത്താവിൻ്റെ ഭാവം. ഫിലിപ്പിയറിൽ ആ വാക്യം കിടക്കുന്നത്. ഫിലിപ്പിയർ 2:5 ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങളുണ്ടായിരിക്കട്ടെ. ഈ ലേഖനങ്ങൾ പഠിക്കുമ്പോഴാണ് ഉപദേശം കിട്ടുന്നത്. ക്രിസ്തുവിൻ്റെ പ്രമാണമാണ് ലേഖനങ്ങൾ. പിതാവേ, നീ എനിക്ക് തന്ന ഉപദേശം ഞാൻ അവർക്ക് കൊടുത്തു. നിന്റെ ഉപദേശം, നിന്റെ വചനം, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഈ പറഞ്ഞ വാക്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വാക്യത്തിൽ ഈ 3 വാക്യങ്ങളും എല്ലാം എടുത്ത് പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. വാക്യങ്ങളെല്ലാം പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ സമയം കിട്ടാറില്ല. വിളിച്ചു ചോദിച്ചാൽ ഞാനൊരു ഒരു ഭാഷനോട് ചോദിച്ചിട്ടുണ്ട്, കുറച്ച് വാക്യങ്ങൾ വേണമെന്ന്. മാക്സിമം ശ്രമിക്കാം. ഈ ആത്മാവുദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ ദൈവവചനം പറയുമ്പോൾ സ്തോത്രം, ഇന്ന വാക്യം സ്ഥലത്ത് കിട്ടണമെന്നില്ല. വാക്യം ഹൃദയത്തിനുള്ളിൽ ദൈവാത്മാവ് തരും. അപ്പോൾ റെഫറൻസ് കിട്ടണമെന്നില്ല. സംഭവം പറയും, നമ്മൾ പറഞ്ഞിരിക്കും. അങ്ങനെയാണ് എൻ്റെ പോകുന്ന ശുശ്രൂഷ. ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളാൽ അതാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എത്ര കാര്യം വന്നു? സ്ഥിരത വരെ വന്നു. സ്ഥിരതയോട് ഭക്തി വന്നു. ഭക്തി അല്ലേ? ഗോഡ്ലിനെസ് വന്നു. ഹല്ലേലൂയ. ജെയിംസ് 2:8 എന്താ എഴുതിയേക്കുന്നത്? 2:8. ജെയിംസ് 2:8. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭക്തിയോട് സഹോദരപ്രീതി. നമ്മൾ അതിലേക്ക് വന്നു. ഗോഡ്നെസ് കഴിഞ്ഞു. സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി. സഹോദരപ്രീതി 2:8 എന്താ വായിച്ചേ? കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇനി 2:14 മുതൽ 16 വരെ. ജെയിംസ് 2:14 മുതൽ 16 വരെ. വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? രക്ഷ പ്രാപിക്കാൻ കഴിയുമോ? സഹോദരിയോ നഗ്നരും ആയിരിക്കെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് കൊടുക്കാതിരുന്നാൽ എങ്ങനെ സഹോദരപ്രീതി, ഭക്തിയോട് സഹോദരപ്രീതി, ബ്രദർലി കൈൻഡ്നസ് എങ്ങനെ നമുക്കതുണ്ടാകും? ഒരു സഹോദരൻ ഒരു സഹോദരി നഗ്നതയോ വസ്ത്രമില്ലാതെയോ ഭക്ഷണമില്ലാതെയോ വേണ്ട രീതിയിൽ വസ്ത്രം ധരിക്കാതെയോ ഇതിന് നമ്മളത് ചെയ്യണം. ഞാനതിട്ട് ചെയ്തെന്ന് പറയുകയല്ല, അതോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു അത്യാവശ്യ കാര്യം നമ്മളുടെ ഒരാളെന്ന് പറഞ്ഞാൽ ആവുന്ന ചെയ്യുക. ഞാനത് കപടഭക്തിയാണെന്ന് പോലും നോക്കാറില്ല. അങ്ങ് ചെയ്തേക്കുക, കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുക. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമില്ല, പോകുകയില്ലെന്ന വചനം പറയുന്നേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
കർത്താവിൻ്റെ നാമത്തിൽ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. നമുക്ക് സന്തോഷം ഉണ്ടാവും, പ്രത്യാശ ഉണ്ടാവും. ഒരുപക്ഷെ പേഴ്സ് നിറഞ്ഞ് പണം ഇരിക്കുന്നെന്ന് ഞാൻ പറയുന്നില്ല. സന്തോഷവും സമാധാനവും പ്രത്യാശയും ഒക്കെ കർത്താവ് നമുക്ക് തരും. അവസാനം നിത്യജീവനും കിട്ടും. പോരെ? എല്ലാവർക്കും പണം 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 പണം, കസേര കസേര കസേര. ഇത് രണ്ടും നമ്മളെ ആടിമുടി തകർത്ത് തരിപ്പണമാക്കുന്ന കാര്യങ്ങളാണെന്ന് പെന്തക്കോസ്തുകാർ ഇനിയെങ്കിലും മനസ്സിലായി. എത്ര പറഞ്ഞാലും ചിലർക്കൊന്നും മനസ്സിലാകത്തില്ല. പറയുമ്പോൾ നമ്മൾ വേറെന്തോ ഉദ്ദേശിച്ച് പറയാമെന്ന് ഒരു ഉദ്ദേശവുമില്ല. പുതിയ നിയമത്തിൽ അനുഗ്രഹം ആത്മീകമാണ്, സ്വർഗീയമാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലാണ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്. എഫേസ്യർ 1:3. അതിനെ ഭൗതികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ. അത് കൾട്ടാണ്, അതിൻ്റെ പിന്നിൽ സൈറ്റാൻ്റെ ആത്മാവാണ്, ഈവിൾ സ്പിരിറ്റാണെന്ന് കൃത്യമായി പറയാൻ താല്പര്യപ്പെടുന്നു. നല്ല സഹോദരങ്ങളാണ്, പക്ഷേ ഉപദേശം മറിച്ചു കളയുക. സഹോദരിപ്പരോട് സ്നേഹം കൂട്ടിക്കൊള്ളുക. സ്നേഹം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ദൈവസ്നേഹമുള്ളവരായിത്തീരുക. കർത്താവിനോട് ഒന്ന് ചോദിച്ചു, കർത്താവെ ഏറ്റവും മുഖ്യ കൽപ്പനയത് എന്തു പറഞ്ഞു കർത്താവ്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അല്ല, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കുക എന്നുള്ളത്. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള പ്രമാണത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. സ്നേഹം. ഒരധ്യായം വായിച്ച് ഞാനങ്ങ് നിർത്തുക. സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യർ 13. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ടും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുൾവാനേൽപ്പിച്ചാലും എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴും അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. അപ്പം ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്ന് നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം. ഈ ശിശുവിനെ എന്തായാലും ഇവിടുത്തെ ആത്മീക ശൈശവ അവസ്ഥയിലായാൽ നമുക്ക് സ്നേഹിക്കാൻ കഴിയത്തില്ല. കുഞ്ഞുങ്ങളുടെ സ്നേഹം താൽക്കാലികമുള്ള, സെക്കൻഡ് കൊണ്ട് അത് തീരും. സ്നേഹം ഒരു മിഠായി കൊടുത്താൽ സ്നേഹിക്കാം. ഒരു 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 കോലുമിഠായി കൊടുത്തവരെ നമുക്ക് സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റും. വലിയ ആൾക്കാരുള്ളത് പറ്റുമോ? ഇല്ല. അപ്പം ശിശു ജഡികനാണെന്ന് കൂടി ഓർത്തോണം. 1 കൊരിന്ത്യർ 3 എനിക്ക് നിങ്ങളോട് ആത്മീയരുടെന്ന പോലെയല്ല, ശിശുക്കളോടെന്ന പോലെ അത്രേ, ജഡീകന്മാരുടെന്ന പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആത്മീയ വളർച്ച പ്രാപിക്കാത്ത പെന്തക്കോസ്തുകാരാ, നീ ജഡീകനാ, നീ ശിശുവാ, നീ വളരണം. രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. 7 കാര്യങ്ങൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്. 7 കാര്യം, ഏറ്റവും പ്രധാനമായ 7 കാര്യം. ഇനി അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതെല്ലാം കൂടി പറയാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. ഈ എപ്പിസോഡ് ഒരു 2 എപ്പിസോഡുകൂടെ ഉണ്ടെങ്കിലേ നമുക്ക് തീരത്തുള്ളൂ. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രതി, സൗരപ്രയോട് സ്നേഹം കൂട്ടിക്കോണ്ടിരുന്നോളും. ഇതുണ്ടാകണം. ആദ്യം ഇത് വർദ്ധിക്കണം. ഈ ആത്മീയാനുഭവങ്ങൾ വർദ്ധിക്കണം. അങ്ങനെ വർദ്ധിച്ച് വരുമ്പോഴാണ് നമ്മൾ ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കാത്തവരും, അല്ലെങ്കിൽ ഉത്സാഹമില്ലാത്തവരായി പോകും, നിഷ്ഫലന്മാരായി പോകും, ഫലമില്ലാത്തവരായി. അവയില്ലാത്തവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവൻ, ചുരുങ്ങിയ കാഴ്ചപ്പാട്, ഈ ലോകത്തിലെ കാഴ്ചപ്പാട്, വീട്, കാറ്, ലോറി, ഇവിടുത്തെ കാര്യങ്ങൾ, ഭൂമിയിലെ കാര്യങ്ങൾ, ഭൂമിയിലെ ജീവിതം. നിത്യതയെക്കുറിച്ചുള്ള ദർശനം അവന് കിട്ടത്തില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ദർശനം കിട്ടത്തില്ല. രൂപാന്തര ശരീരത്തെക്കുറിച്ചുള്ള ദർശനം അവന് കിട്ടത്തില്ല. 1000 ആണ്ട് വാഴ്ച, പുതിയ ആകാശം, പുതിയ ഭൂമി, നിത്യ സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം അവന് കിട്ടത്തില്ല. അതുകൊണ്ട് ഉത്സാഹമുള്ളവരായി, സ്തോത്രം, ഹ്രസ്വദൃഷ്ടി മാറിയിട്ട് ദീർഘദൃഷ്ടിയുള്ളവരായി, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം പ്രാപിച്ചവരായി. അതുകൊണ്ട് സൗരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴാണ്
ഈ 7 കൂട്ടം കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്. വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് വിജയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രതി, സൗരപ്രതി സ്നേഹം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്. ഇല്ലെങ്കിൽ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പറ്റത്തില്ല. വിളിച്ചു, തെരഞ്ഞെടുത്തുകളൊക്കെ ശരിയാ, സെലക്ഷൻ കിട്ടി ശരിയാ, പക്ഷേ നിത്യത പ്രാപിക്കണമെങ്കിൽ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. അതിന് 7 മഹത്തരമായ കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യണം. ഇതാണ് വചനം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങളുടെ ഫോണുകളിൽ കിട്ടും. അത് കേൾക്കുക, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. എനിക്കൊരു സഭയോടും ഒരു വ്യക്തിയോടും വൈരാഗ്യം, ഉദ്ദേശം ഒന്നുമില്ല. ഈ ഉപദേശം അനുസരിക്കണം. ഇത് കൂട്ടിക്കളയരുത്, ഇതിനോട് കൂട്ടിച്ചേർക്കരുത്, ഇതിന് മറച്ചു കളയരുത്. സത്യവചനം പഥ്യവചനത്തെ മറച്ചു കളഞ്ഞാൽ, കൂട്ടിക്കളഞ്ഞാൽ, കൂട്ടിച്ചേർത്താൽ പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ആ ഗ്രൂപ്പിലാകാതെ ഈ പഥ്യവചനം പഥ്യോപദേശം ശിരസാവഹിച്ച് വിശുദ്ധന്മാരായി നിർമ്മലന്മാരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുവാൻ ഈ വചനങ്ങൾ മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് ഞങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.